പ്രിന്റ് മഹാദേവ്, എന്ത് ക്രൂരമായി പോയി അങ്ങയുടെ വിമർശനം. കേട്ടില്ല ഈ കണക്കുകൾ? അല്ല, ഈ ജയരാജ് സാറിന്റെ കണക്കുകളൊക്കെ കേട്ടപ്പോ സത്യത്തിൽ അദ്ദേഹം ഈ പ്രഖ്യാപനങ്ങളെയാണ് അദ്ദേഹം നടപ്പിലാക്കിയ പദ്ധതികളായിട്ട് പറയുന്നത്. അദ്ദേഹം ഒന്ന് മനസ്സിലാക്കണം. പ്രഖ്യാപനങ്ങൾ വേറെയാണ്, ബഡ്ജറ്റിനകത്ത് നടത്തുന്ന പ്രഖ്യാപനങ്ങൾ വേറെയാണ്. നമ്മൾ മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം, ഈ ബഡ്ജറ്റിനകത്ത് 70ഓളം പദ്ധതികൾക്ക് പദ്ധതി വിഹിതം എന്ന് പറഞ്ഞാൽ 1 കോടിക്കും 10 കോടിക്കും ഇടയിലാണ്. നമ്മൾ മനസ്സിലാക്കണം. കേരളത്തിന്റെ കാർഷിക മേഖലയായിക്കോട്ടെ, ഏതൊരു മേഖല, അതിനർത്ഥം എന്താണ്? കൺസൾട്ടൻസിയാണ്. ഇപ്പോൾ അത് ഈ ബഡ്ജറ്റിനകത്തുള്ള ഈ CPM ഇടതുപക്ഷം കണ്ടെത്തിയ പുതിയൊരു തട്ടിപ്പാണത്. ഇപ്പൊ കൺസൾട്ടൻസി, കൺസൾട്ടൻസിക്ക് വേണ്ടിയിട്ട് ഇത്രയും പണം മാറ്റിവെക്കുക. അപ്പൊ അതിന്റെ കൊള്ളലാഭവും എന്ത് ചെയ്യുന്നു? ഇടനിലക്കാർ വഴി ഇത്തരത്തിലുള്ള CPMന്റെയും ഇടതുപക്ഷത്തിന്റെയും ആളുകൾക്ക് കിട്ടുന്ന കൺസൾട്ടൻസി പ്രോഗ്രാമിന് വേണ്ടി മാത്രമാണ് 70ഓളം പദ്ധതികൾ അത് നടപ്പിലാക്കണം. ഇപ്പൊ എഥനോളിന്റെ പഠനവുമായി ബന്ധപ്പെട്ട് 10 കോടി മാറ്റിവെച്ചിരിക്കുന്നു. ഇപ്പോ പാമ്പ് കടി ഏൽക്കാതിരിക്കാൻ 25 കോടി. നമ്മൾ മനസ്സിലാക്കണം, പാമ്പ് കടി ഏൽക്കാതിരിക്കാൻ എന്താണ് ആ പദ്ധതി എന്ന് എനിക്ക് ഇപ്പോഴും മനസ്സിലായിട്ടില്ല. എന്താണത്? കീരി വളർത്തലാണോ? ഇനി വാവാ സുരേഷിനെ പോലെയുള്ള ആളുകൾക്ക് പ്രത്യേക പരിശീലനം നൽകി പാമ്പുകളെ മുഴുവൻ തല്ലിക്കൊല്ലാനാണോ? എന്താണെന്നറിയില്ല. ഇപ്പൊ നിങ്ങൾ മനസ്സിലാക്കി, നേരത്തെ നമ്മുടെ കത്തോലിക്ക കോൺഗ്രസിന്റെ സാറ് പറഞ്ഞതുപോലെ കേരളത്തിലെ 50% പഞ്ചായത്തുകളിൽ ഈ വന്യജീവിയും മനുഷ്യ സംഘർഷമുണ്ട്. അവിടെ അതിനുവേണ്ടി മാത്രം മാറ്റിവെച്ചിരിക്കുന്ന പണം എന്ന് പറയുന്നത് 40 കോടി രൂപയാണ്. ഇപ്പൊ നോക്കൂ, അതിനുവേണ്ടി മാത്രം ഇപ്പൊ അതിന്റെ പരിക്കുകളേറ്റ് ആളുകൾക്ക് പോലും പണം കൊടുക്കുന്നത് തികയില്ല. അപ്പൊ ശാസ്ത്രീയമായിട്ട് അവിടുത്തെ വന്യജീവി ഈ പ്രശ്നങ്ങൾ പരിഹരിക്കണം, മിനിമം ഒരു 300 കോടി രൂപയെങ്കിലും ഉണ്ടെങ്കിൽ മാത്രമാണ് സാധിക്കുക. അപ്പൊ അതിനർത്ഥം ഇതൊക്കെ ഒരു പ്രഹസനമാണ്. പിന്നെ ഇവിടെ അദ്ദേഹം ജയരാജ് സാർ ഒരു വസ്തുത ഞാൻ അംഗീകരിക്കുന്നുണ്ട്. ഇവിടെ കാർഷിക മേഖലയിൽ ചില ഉൽപാദനം കൂടിയിട്ടുണ്ട്. അതിന് കാരണം കേന്ദ്ര സർക്കാരിന്റെ നയമാണ്. ഇപ്പോ ഈ നെൽകൃഷിയിലേക്ക് ജനങ്ങൾ വരാനുള്ള പ്രധാനപ്പെട്ട കാരണം എന്താണ്? ഇപ്പൊ ഫസൽ ബീമ യോജന പോലെയുള്ള പദ്ധതികൾ നെൽ കർഷകന്മാർക്ക് താങ്ങുവില കൂട്ടി നൽകുന്നു, കൊപ്രയ്ക്കുള്ള താങ്ങുവില വർദ്ധിക്കും. ഇത് കേന്ദ്ര സർക്കാർ പദ്ധതി ജനങ്ങൾക്ക് വിശ്വാസമുള്ളത് കൊണ്ടാണ്, അല്ലാതെ ഈ സംസ്ഥാന സർക്കാരിനെ വിശ്വസിച്ചുകൊണ്ടാണ്. ആദ്യം ഈ ജയരാജന്റെ ആളുകൾ ചെയ്യേണ്ടത്, നിങ്ങൾ കർഷകന്മാരെ സഹായിക്കേണ്ട, കർഷകന്മാർക്ക് കൊടുക്കാനുള്ള നെല്ല് സംഭരിച്ചതിന്റെ കുടിശ്ശിക നിങ്ങൾ ആദ്യം കൊടുക്കൂ. അതല്ലേ നിങ്ങൾ ചെയ്യേണ്ടത്. എന്നിട്ടല്ലേ നിങ്ങൾ വലിയ വലിയ പദ്ധതികൾ പ്രഖ്യാപിക്കേണ്ടത്. കുടിശ്ശിക പോലും കൊടുക്കാൻ പറ്റാത്ത ആളുകൾ ഇപ്പോ നോക്കൂ, നമ്മുടെ രാജ്യത്തിനകത്ത് ഇപ്പൊ ഇവർ വലിയ നവീകരണം നടത്തിയത് കിഫ്ബി, ഈ ബഡ്ജറ്റിനകത്ത് ആകെ നടത്തിയിട്ടുള്ള സാധനം കിഫ്ബി എന്ന് പറയുന്നത് ഒരു ഇൻകം ജനറേറ്റിംഗ് സംവിധാനമാക്കി മാറ്റി. ഇപ്പൊ എന്റെ വീട്ടിൽ നിന്ന് ഞാൻ പുറത്തേക്ക് ഇറങ്ങണമെങ്കിൽ കിഫ്ബി നിർമ്മിച്ച പണത്തിന് സ്വാഭാവികമായിട്ട് ഞാൻ പണം കൊടുത്തുകൊണ്ട് എന്റെ റോഡിലേക്ക് ഇറങ്ങേണ്ട സാഹചര്യത്തിലേക്ക് കേരളത്തെ മാറ്റിയിരിക്കുകയാണ്. അല്ലാതെ കർഷകന്റെ സ്നേഹത്തിന് വേണ്ടിയിട്ട് എന്താണ് ഇവർ ചെയ്തിട്ടുള്ളത്? ഒന്നും ചെയ്തിട്ടില്ല. ഇപ്പൊ ഹോർട്ടിക്കൾച്ചർ മേഖല ഇനി വലിയൊരു സാധ്യതയുള്ള ഒരു പേരാണ് ഹോർട്ടിക്കൾച്ചർ മേഖല കേരളത്തിൽ. ആ മേഖലയുടെ വികാസത്തിന് വേണ്ടി എത്ര രൂപയാണ് ഇവർ ചെലവഴിച്ചിട്ടുള്ളത്? അപ്പൊ ഞാൻ പറയും, ചില പദ്ധതികൾ കിട്ടി 5 കോടിയോ 10 കോടിയോ ചെലവ് കൊടുത്തത് കൊണ്ട് മാത്രം ഒരു കേരളത്തിന് സമഗ്രമായിട്ടുള്ള ഒരു കാർഷിക മേഖല വികസനം സാധ്യമാകില്ല. ഇപ്പൊ നോക്കൂ, ഇപ്പൊ നെൽകൃഷിയുണ്ട് കേരളത്തിൽ. ഇപ്പൊ കേര കൃഷിയുണ്ട്. ഇപ്പൊ തെങ്ങ് കൃഷിയുടെ വിസ്തൃതിയിൽ കേരളം 1ാം സ്ഥാനത്താണ്. പക്ഷെ ഉൽപാദനത്തിൽ നമ്മൾ ഇന്ന് 4ാം സ്ഥാനത്താണ് എത്തി നിൽക്കുന്നത്. ഇതാണോ കേരള മോഡൽ? നമ്മളെക്കാൾ ഏറ്റവും പിറകിലായിരുന്ന തമിഴ്നാട് ഇന്ന് കേര കൃഷിയിൽ 1ാം സ്ഥാനത്ത് എത്തിയിരിക്കുന്നു. ഉൽപാദനം കൂടിയിരിക്കുന്നു. നമ്മൾ നോക്കൂ, അപ്പൊ നമ്മളെ സംബന്ധിച്ചിടത്തോളം കേര കൃഷി കൊടുക്കുന്ന സമയത്ത് സ്വാഭാവികമായിട്ട് നമ്മുടെ കർഷകനെ സംബന്ധിച്ചിടത്തോളം ആ മേഖലയിലെ വികാസത്തിന് യാതൊന്നും ചെയ്യില്ല. പിന്നെ നാളികേരത്തിന്റെ വില വർദ്ധിപ്പിക്കുമ്പോഴത്തേന് അവന്റെ ഈ നാളികേര കൃഷിയുടെ അല്ലെങ്കിൽ കേര കൃഷിയുടെ അവസ്ഥ വളരെ പരിതാപകരമായിരിക്കും. നെൽകർഷകനും ഇത് തന്നെയായിരുന്നു അവസ്ഥ. ഇപ്പോൾ നെൽകർഷകൻ എന്തുകൊണ്ടാണ് നെൽകൃഷിയിലേക്ക് വരാനുള്ള കാരണം? കേന്ദ്ര സർക്കാർ ആവിഷ്കരിച്ചിട്ടുള്ള പല പദ്ധതികളുടെ ഗുണഭോക്താക്കളായി നേരിട്ട് നമ്മുടെ കർഷകർ മാറി എന്നുള്ളത് കൊണ്ടാണ്. ഇപ്പൊ ക്രെഡിറ്റ് കാർഡ് അടക്കം നേരിട്ട് കേരളത്തിലെ കർഷകന് 5 ലക്ഷത്തിന്റെ വായ്പ പരിധിയുണ്ട്. ഇപ്പൊ മത്സ്യകൃഷി ചെയ്യുന്നവനായിക്കോട്ടെ, അതുപോലെ തന്നെ നമ്മൾ ആടുകളെ വളർത്തുന്നവനായിക്കോട്ടെ, എല്ലാവർക്കും ഇതിന്റെ ഗുണഭോക്താക്കളാണ്. അത് ഉൽപാദനം വർദ്ധിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അതിന് കാരണം കേന്ദ്ര സർക്കാരിന്റെ കാർഷിക മേഖലയിലെ ഇടപെടലാണ്. കേരള സർക്കാർ ഈ സംസ്ഥാനത്തെ കർഷകന് വേണ്ടി എന്ത് ചെയ്തു? ഇപ്പോ റബ്ബർ കർഷകൻ, മലയോര മേഖലയിലെ റബ്ബർ കർഷകന്മാരുണ്ടല്ലോ, മിനിമം സപ്പോർട്ട് പ്രൈസ് ഇവർ എത്ര കാലമായി പറയുന്നു. റബ്ബർ കൃഷിയുടെ ഉന്നമനത്തിന് വേണ്ടി ഈ പദ്ധതിക്കകത്ത് എത്ര രൂപ മാറ്റി വെച്ചിട്ടുണ്ട്? എന്താ നിങ്ങൾ മിനിമം സപ്പോർട്ട് പ്രൈസ് തിരികെ എത്താം.